ഷാർജ അൽ നഹദയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ദുരന്ത വാർത്ത കൂടി മലയാളി സമൂഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ വേദനാജനകമായി മാറിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങൾ ദുബായ് വാർത്തയുടെ പേജിൽ തന്നെ ഒരു പോസ്റ്റിലൂടെ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മാതാവും 36 വയസ്സുള്ളൊരു മാതാവും 5 വയസ്സുള്ള കുഞ്ഞും മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് കണ്ട ഉടൻ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ പ്രേക്ഷകർ അതിൽ തന്നെ വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള കമൻ്റൊക്കെ ഇട്ടിരുന്നു. പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടു നിങ്ങൾ പറയുക, അത് അപകടമരണമാണ്, വണ്ടി ഇടിച്ചതാണ് എന്ന് പല മാധ്യമങ്ങളും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഗുണദോഷിക്കുകയും ഉപദേശിക്കുകയും അല്പം മോശപ്പെട്ട ഭാഷയിലൊക്കെ സംസാരിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ ഞങ്ങളത് അങ്ങനെ ആ വാചകം എഴുതിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇതിൻ്റെയൊക്കെ അന്വേഷണം നടത്തുന്ന ഷാർജ പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങളോട് ഔപചാരികമായിട്ട് പറഞ്ഞ വിഷയമാണ്. ആത്മഹത്യ സംബന്ധമായ കേസാണ് തങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന്. മാത്രമല്ല, ഷാർജ പബ്ലിക് പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുടുംബാംഗങ്ങളുമായുമൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടി. അപ്പോഴും വെളിവായി വരുന്നത് ഷാർജ പോലീസ് പറയുന്നത് പോലെ അതൊരു ആത്മഹത്യാ സംഭവം എന്ന രൂപത്തിൽ തന്നെയാണെന്നാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരവും. ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ അഴീക്കോട് സ്വദേശിനിയായ വനിതയും മകളുമാണ് ഇങ്ങനെ മരണപ്പെട്ടതെന്ന റിപ്പോർട്ടിലുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്ങാനുള്ള ശക്തി ആ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് ആദ്യമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഇതിപ്പോൾ 1-2 സംഭവങ്ങളല്ല, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നോക്കിയാൽ ഷാർജയിൽ ഇതേ ഭാഗത്ത് തന്നെ പല സംഭവങ്ങളും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഓരോരോ കാരണങ്ങൾ, അത് ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടതോ, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ഒരു കാര്യം, സംഘർഷം അനുഭവിക്കുന്ന മനസ്സുള്ള എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ മരിക്കാൻ നിന്നാൽ, സ്വയം മരിക്കാൻ തീരുമാനമെടുത്താൽ ഈ ഭൂമിയിൽ ആളുണ്ടാവുമോ? സംഘർഷങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യമായി നേരിടാൻ, ഒരു വെല്ലുവിളി കണക്കെ ഓരോ നിമിഷത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് സമ്പാദിക്കാൻ നമ്മൾ ഈ അവസരത്തിൽ തയ്യാറാകണം എന്ന് മാത്രമേ ഒരുപാട് പേരുടെ, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ. സംഘർഷഭരിതമായ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഇന്ന് ഈ ശനിയാഴ്ച മെയ് 23 സന്ധ്യയോടുകൂടി വന്നിരിക്കുന്ന വിവരം നല്ല വാർത്തയാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്നും പറയുന്നു, ഒരു ഫൈനൽ സ്റ്റേജിലാണ്, പുതിയൊരു കരാറിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ അവസാന മിനുക്കുപണികളിലാണ്. ഇന്ന് രാത്രി തന്നെ ആ കരാർ സംഭവിച്ചിരിക്കും എന്ന അർത്ഥത്തിൽ ഇറാൻ കൂടി പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ഇറാൻ സ്റ്റേറ്റ് TV പുറത്തുവിട്ടിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെത്തിയ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സംഭാഷണം നടത്തുകയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു, ഇന്ന് രാത്രി വൈകിയോ നാളെയോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കിടയിലോ ഒരു നല്ല വാർത്ത, കരാറിൽ ഒപ്പിടുന്ന വാർത്ത, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിക്കുന്ന വാർത്ത നിങ്ങളെ തേടിയെത്തും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇന്നും നാളെയുമൊക്കെ കൊണ്ട് കാര്യങ്ങളിൽ ശുഭകരമായ ഒരു അന്ത്യം ഉണ്ടായേക്കാനുള്ള സാധ്യത വ്യക്തമായ സൂചനയായി വരുന്നു എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്ന മുഹൂർത്തമാണ് നമ്മൾ കടത്തിവിടുന്നത്. ഇറാൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ നേതൃത്വത്തിൽ, മേൽനോട്ടത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 25 കൊമേഴ്ഷ്യൽ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയി സുരക്ഷിതമായിട്ട് എന്ന അറിയിപ്പും ഇറാൻ നൽകുകയാണ്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് വിഷയത്തിൽ അമേരിക്ക എന്തിനാണ് ഇടപെടുന്നത് എന്ന് ഇറാൻ ചോദിക്കുന്നു. ഇറാൻ്റെ വിദേശകാര്യ വക്താവാണ് ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇറാനും ഒമാനും ഇതിനെ മാനേജ് ചെയ്യുന്ന കൂട്ടത്തിൽ ചുറ്റുവട്ടത്തുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്കും പറയാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അമേരിക്ക ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഹോർമൂസ് മാനേജ്മെൻറ്റിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഇറാൻ പറഞ്ഞത്, ഒരുപാട് അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കരാറുമായി ബന്ധപ്പെടുത്തി, എന്നാൽ വളരെ അടുത്തുമാണ്. ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത് കരാറിൻ്റെ പടിക്കലെത്തി എന്ന വാക്ക്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.